ഷേപ്പ് തന്നെ വേറെ ഷേപ്പാണ്. സാധാരണ ഒരു ജാതിയുടെ ഷേപ്പ് ജാതി 3 വർഷമായിട്ടുള്ളൂ അല്ലേ? ഇവിടെ കാഴ്ച കിടപ്പുണ്ട്. അപ്പൊ ഒരു ബഡ് ജാതി വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല തൈകളുണ്ടെങ്കിൽ 1500 രൂപ പൊട്ടിക്കാൻ പോവാണ്. ഇതിന്റെ ഉള്ളിൽ നമുക്കൊന്ന് കണ്ടു നോക്കാട്ടോ. ഇതിങ്ങനെ ഇവിടെ എങ്ങനെ വിളിക്കും? നമ്മള് സാധാരണ 2 പൊളിപ്പുള്ളപ്പോ ഒറ്റ കായ ഉണ്ടാവും. ഇത് 2 പൊളി, ഇത് 4 പൊളിപ്പ് അല്ലേ? 4 പൊളിപ്പ്. ഇത് ഈ വർഷം കായ ഉണ്ടാവും, ഈ വർഷം കായ ഉണ്ടാവും. ഇതുകൊണ്ട് വലിയ കാര്യം ഇതിപ്പോ അറിയിക്കില്ലോ, ഒന്നുകൂടെ അറിയിക്കും. ഒന്നുകൂടി വലുതാവും. അത്രയും തോന്നിട്ടില്ല. ഈ കാണുന്ന ജാതിയിൽ ബോഡോമിസ്റ്റർ അടിച്ചിട്ടുണ്ട്. അപ്പൊ ബോഡോമിസ്റ്റത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അത് എങ്ങനെ അടിക്കണം, എപ്പോഴടിക്കണം, അതിന്റെ ചെലവും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് പൗലോസ് ചേട്ടനാട്ടോ. ബോഡോമിസ്റ്റർ അടിക്കുന്നത് നമ്മുടെ ജാതിയുടെ കായ പിടുത്തം കൊള്ളു പിടിക്കുകയാണ്. പിന്നെ വർഷകാലത്ത് മറ്റേ മരപ്പനിക്കില്ല, അതിനുവേണ്ടി. അപ്പൊ ഏതൊക്കെ ടൈമിൽ നമ്മൾ ഇത് അടിക്കുന്നത്? നമ്മളിപ്പോ നവംബറില് എത്ര ടൈമിലപ്പോ അടിക്കണം? നമ്മൾ ഡിസംബർ മാർച്ചിൽ അടിക്കേണ്ടി വരുമോ? മാർച്ചിൽ അല്ലെങ്കിൽ ഏപ്രിൽ അടിക്കും. ഒറ്റ തവണയുള്ളൂ? 2 തവണ. ഓക്കെ. അപ്പൊ പൂ വരുമ്പോ നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ അതിനുശേഷം അതിന്റെ കായ ലാസ്റ്റ് വിരിഞ്ഞ് മാർച്ച് ഏപ്രിൽ വിരിയില്ല. അടുത്ത മഴയ്ക്ക് മുമ്പായിട്ട് അടി അടിക്കണം. ഇങ്ങനെ കൊടുക്കുന്നോണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്? വർഷകാലത്ത് നമുക്ക് മഴ കൂടുതലുള്ളപ്പോ കൊഴിച്ചിൽ നോക്കും. ഇല കൊഴിയില്ല അല്ലെ? ഇല കൊഴിയില്ല, കായ കൊഴിച്ചിട്ട് കുറവായിരിക്കും. അല്ലെങ്കിൽ മരമൊക്കെ പനിച്ചു കായ ഇലയും ഒക്കെ പല കൂടി താഴേക്ക് വരും. നമുക്കപ്പോ കടക്കരയ്ക്ക് പോകണ്ട. അതെല്ലേ, പിന്നെ നമുക്ക് പറക്കാനൊന്നും കാണില്ല. അപ്പൊ ഈ തടിമേ അടിക്കണം. അപ്പൊ തടിമേ അടിക്കണം. ഇതിപ്പോ നമ്മള് പൂവായതിനു ശേഷമാണ് അതിന് അത് മാർച്ച് മാസത്തിന് മുമ്പ് അടിക്കാം. അങ്ങനെയാണ് നവംബറിൽ ഒക്ടോബർ അടിച്ചു. ഒക്ടോബറിൽ അടിച്ചപ്പോള് ഒക്ടോബറിൽ അടിച്ച ഇപ്പൊ അടിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. 2 മാസം. അപ്പൊ നമുക്ക് എന്തൊരു ചെലവ് അങ്ങനെ വരും? നമ്മളിത് അടിക്കും. ചെലവ് വരും നമുക്ക് 200 ലിറ്ററിന്റെ ഒരു ആ ബാറ്ററാണ് വെള്ളം. 200 ലിറ്റർ. അതിന് 2 കിലോ തിരിച്ച്, 2 കിലോ കുമ്മായം, പിന്നെ കുറച്ച് പശ. അപ്പൊ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടിക്കണം. അപ്പൊ പശ കൂട്ടി അടിക്കണത് നമ്മൾ ഇതിങ്ങനെ കുത്തി ഇങ്ങനെ പോവാതിരിക്കാൻ പിടിക്കാൻ വേണ്ടി. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒരു മഴ പെയ്താൽ ഇങ്ങനെ പ്രശ്നം വരില്ല അല്ലെ? അടിക്കുമ്പോ 2 മണിക്കൂറെങ്കിലും മഴ പെയ്യാതെ നിക്കണം. ഈ തവണത്തെ കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ നമുക്ക് ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞതിന് മുമ്പത്തെ തവണ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല വിളവ്. അതിനുശേഷം വലിയ പ്രശ്നം ഉണ്ടായി. പക്ഷെ ഈ തവണത്തെ മഴയൊക്കെ കൂടി നമുക്ക് കാലാവസ്ഥ കായ ഉണ്ടാവൂല അല്ലെ? ഇതിപ്പോ ഡിസംബറിലാണ്, ജനുവരിയിലാ പൂത്തുണ്ടായി. സൂപ്പർ ജാതികള് ഇല നല്ലതുണ്ട്. ഇല നല്ലത് മറ്റേ നല്ല ഒരു പുതിയ പേര് പറയുന്നുണ്ട്. നല്ല ബെസ്റ്റ് ബഡ് ചെയ്ത സാധനങ്ങളാണ് 1500 രൂപയാണ് തൈകളല്ല. അപ്പൊ അത് എത്ര നാൾ കൊണ്ട് നമുക്ക് കിട്ടും? 3 വർഷം കൊണ്ട് കഴിയും. 3 വർഷം 4 വർഷം ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ ചേട്ടന്? ഒന്ന് കാണാലോ. അപ്പൊ 3 വർഷമായിട്ടുള്ളൂ. 3 വർഷമായിട്ടുള്ളൂ അല്ലേ? ഇവിടെ കാഴ്ച കിടപ്പുണ്ട്. അപ്പൊ ഒരു ബഡ് ജാതി വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല തൈകളുണ്ടെങ്കിൽ 1500 രൂപ 1450 രൂപ ഞാൻ ഒരു കൊടുത്തു മേടിച്ചത്. അവന്റെ ആളിനോട് കൂടി 10-15 എന്റെ ഇത്രയും ലെവലായിട്ടുള്ളൂ. എന്നാലും കായ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പൂക്കളാണ്. ചേട്ടാ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ ഇത്ര അടുപ്പിച്ച് നട്ട് വെച്ചതിന്റെ കാരണം ഞാൻ പറഞ്ഞതല്ലേ, ആ മരം വെട്ടാതെ നിർത്തിയായിരുന്നേ. അപ്പൊ ആ മരം പെണ്ണാന്ന് തോന്നുന്നു. വെട്ടാൻ വേണ്ടി നിർത്തിയതായിരുന്നു. അപ്പൊ സൈഡിൽ കൊണ്ടുവച്ച ചോല തണലായിക്കോട്ടെ. ഇതിപ്പോ എങ്ങനെ ഉണ്ടാകുമ്പോ നമുക്ക് കായ കിട്ടും ശരിക്കും പറഞ്ഞ? അത് ഞാൻ വെട്ടിക്കളയും. മേളിൽ വെച്ച് വെട്ടി കുറച്ച് അല്ലേ? ഇവിടെ ഒരു ജാതിയുടെ പ്രത്യേകത ഉണ്ട്. ഈ ഒരു ജാതി ഇതെന്താ പ്രത്യേകത ചേട്ടാ ഈ ജാതിക്ക്? ഈ ജാതിമ്പോ കായ ഉണ്ടാകുന്ന നമുക്ക് മറ്റുള്ള നല്ല ജാതി ഉണ്ടാവണ കായ കിട്ടൂല. ഡബിൾ കായ ആയിരിക്കും, ഇരട്ടയായിരിക്കോ? ആണുമില്ല, ഇരട്ട കായ ഉണ്ടാവും. ചിലപ്പോ ഒരു കായ നല്ലതല്ല, ചിലപ്പോ കായ കേട്ടുണ്ടാവും. അങ്ങനെയാണല്ലേ? ഓക്കെ. ഇവിടെ ഇപ്പൊ അതിന്റെ ഒരു കായ ചാടി കിടപ്പുണ്ട്. ഇതാണ് അതിന്റെ കായ. അതേമാതിരി ഒരു പ്രത്യേക ടൈപ്പ് കായായിട്ട് ഇരിക്കും എന്റെ മൂടൊക്കെ കണ്ട. മറ്റുള്ള ജാതികളുടെ കായ ഇതിന്റെ കായയുടെ കണ്ട.
അത് നല്ല പെൺമരാണ്. ഇത് ഈ കായ്ക്ക് പ്രത്യേകത ഉണ്ടാ, ഇതിന്റെ പേര് തന്നെ ഇരിക്കാന്റെ കായ ഉണ്ടായി കഴിയുക. അത് വാടിയതാണ്, അതെടുക്കണ്ട. അതിനകത്തെ കായ എങ്ങനെയുണ്ട് ചേട്ടാ? കായ ഉണ്ടാവും. അകത്തെ അകത്തെ കായുണ്ട്. അകത്ത് കായ ഉണ്ടാവും. അല്ല പത്രി പത്രി ഉണ്ടാവും. അല്ല മറ്റു പത്രി പോലെ തന്നെയാണ്. അതുപോലെ അനകായത്തിന് ചെറുതായിരിക്കും. ചെറുതായിരിക്കും. അല്ല ഇത് നമ്മളിപ്പോ ആണും പെണ്ണും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആണും പെണ്ണും കൂടിയത് ഇതിങ്ങനെ നമ്മൾ അതെ അത് നോക്കിയേ, ഇപ്പൊ പറിച്ചതുള്ളൂ. നോക്കി അങ്ങനെ ഇരിക്കും കായ, ഇങ്ങനെ ഇരിക്കും കായ. രണ്ടുണ്ട് ഇതിനകത്ത്. ഈ കായ ഇതിനകത്ത് 2 കായ ഉണ്ടാവും. ഇതിൽ 2 കായ ഉണ്ടാവും അല്ലെ? ഇത് കർഷകന് നേട്ടമാണോ? ശരിക്കും നേട്ടമില്ല. നേട്ടമില്ല. ആ കായ്ക്ക് പത്രി ഉണ്ടാവില്ല. പത്രിയും കുറവാണ്, കായ മോശമായിരിക്കും. കായ മോശമായിരിക്കും, പത്രിയും കുറവായിരിക്കും, വെയിറ്റ് ഉണ്ടാവില്ല. പൊട്ടിച്ചാണ്ടി തരാം. അവിടെ കൊണ്ടേ പൊട്ടിക്കാം. നന്നായിക്കോട്ടെ. ഇത് നമ്മുടെ തോട്ടിയാണല്ലോ അല്ലെ? ഇത് ഇപ്പോഴും വാഴ കൈ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരെണ്ണം കൂടി പൊട്ടിക്കാൻ പോണേ. കറ കിട്ടോ, കറ കറ. അപ്പൊ അതെ ഇതാണ് നമ്മൾ ആദ്യം കാണിച്ചത് കുറച്ച് ചെറുതായിരുന്നു. ഇത് വലുത്. ഷേപ്പ് തന്നെ വേറെ ഷേപ്പാണ്. സാധാരണ ഒരു ജാതിയുടെ ഷേപ്പാണ്. കറയാവൂട്ടോ. ഒരു വര ഇതിങ്ങനെ ഇവിടെ എങ്ങനെ വിളിക്കും. നമ്മള് സാധാരണ 2 പൊളിപ്പുള്ളപ്പോ ഒറ്റ കായ ഉണ്ടാവും. ഇത് 2 പൊളി, ഇത് 4 പൊളിപ്പ് അല്ലേ? 4 പൊളിപ്പ്. ഇത് ഈ വശം കായ ഉണ്ടാവും, ഈ വശം കായ ഉണ്ടാവും. 2 കായ 2 പത്രി എന്ന കർഷകന് ഉപകാരമില്ല. ഏതാ പൊട്ടിക്കണ്ടേ? ഇത് പൊളിക്കണോ? ഏതാ പൊട്ടിക്കണ്ടേ? അപ്പൊ ദേ ഇത് പൊട്ടിക്കാൻ പോവാണ്. ഇതിന്റെ ഉള്ളിൽ നമുക്കൊന്ന് കണ്ടു നോക്കാട്ടോ. പച്ചയായ ഒരു പിടുത്തം അല്ലേ? മൂത്തിട്ടില്ല. ഡബിൾ കായ, ഡബിൾ കായ അല്ലേ? അതാണ് ഡബിൾ കായ. അതൊന്ന് പുറത്തേക്ക് എടുത്തേ. അല്ല ജസ്റ്റ് പുറത്തെടുത്താ. ഇത് പുറത്തെടുത്ത് കാണിച്ചു തരാം കേട്ടോ. രണ്ടും ഒട്ടിയിരിക്കും. ഒട്ടിണ്ടാവൂല, ചിലത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഒട്ടിയിട്ടില്ല. ഒട്ടിയിട്ടില്ലാത്ത ഇതുകൊണ്ട് വലിയ കാര്യം. ഇതിപ്പോ അറിയില്ലോ, ഒന്നുകൂടെ അറിയിക്കും. ഒന്നുകൂടി വലുതാവും. പത്രി ചോന്നിട്ടില്ല. പത്രിയും ചോക്കും. ഇത് പിഞ്ചാണല്ലോ. കടും ചുവപ്പ് തന്നെ പത്രി. അപ്പൊ ഇങ്ങനത്തെ ഒരു വെറൈറ്റി കാട്ടുപത്രി ഇവിടെ കാട്ടിൽ ഇഷ്ടംപോലെ വന്നുണ്ട് കുണ്ടന്റെ ആൾക്കാര്. അത് ഈ പെയിന്റിന് വേണ്ടി. അതെ അതെ അതെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ജാതി കൃഷിയെ കുറിച്ചാണ്. അപ്പോൾ ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.